ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കാനായെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വരും വർഷങ്ങളിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണ രംഗം രാജ്യത്തെ പ്രധാന തൊഴിൽ മേഖലയായി മാറുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ക്രോസ് ബോർഡർ റെയിൽപാത പദ്ധതികൾ നടപ്പിലാക്കാൻ ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ ധാരണയായി. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സുതാര്യമായി നടത്തണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ പാസാക്കി. ഏഷ്യാകപ്പ് ഫൈനൽ മത്സരത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളിൽ ICCയിൽ പ്രതിഷേധം അറിയിക്കുമെന്ന് BCCI. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാങ്കേതിക പുരോഗതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എഞ്ചിനീയർമാർ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അടിസ്ഥാന സൌകര്യ വികസനത്തിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടെ എഞ്ചിനീയറിംഗ് മേഖല ഗണ്യമായ വളർച്ച കൈവരിക്കുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സെൻട്രൽ എഞ്ചിനീയറിംഗ് സർവീസിലെ പ്രൊബേഷൻ ഉദ്യോഗസ്ഥരുമായി രാഷ്ട്രപതി ഭവനിൽ സംവദിക്കുകയായിരുന്നു ശ്രീമതി മുർമു. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലെയും ഇന്ത്യൻ സ്കിൽ ഡെവലപ്മെന്റ് സർവീസിലെയും പ്രൊബേഷണർമാരുമായും രാഷ്ട്രപതി സംസാരിച്ചു. വിശാലമായ തീരമേഖലയുള്ള ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ പ്രധാന വെല്ലുവിളിയാണെന്നും സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ സമുദ്ര സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമാൻഡേഴ്സ് കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. हम सिक्योरिटी की बात करते हैं, इसे दो हिस्सों में बांटते हैं, एक्सटर्नल सिक्योरिटी और इंटरनल सिक्योरिटी. लेकिन कोस्ट गार्ड की खासियत यह है उसका रोल इंटरनल और एक्सटर्नल दोनों ही सिक्योरिटी से डायरेक्टली और इनडायरेक्ट ये जुड़ा हुआ है. और आप जब एक्सक्लूसिव इकोनॉमिक जोन में पेट्रोलिंग करते हैं तो आपको केवल बाहरी खतरों को ही रोकना नहीं होता, बल्कि देश के अंदरूनी सुरक्षा से जुड़े हुए जो मुद्दे उन मुद्दों से भी आपको निपटना होता है. കൂടുതൽ ചലനാത്മകമായ വെല്ലുവിളികളാണ് നിലവിൽ നേരിടേണ്ടി വരുന്നതെന്നും ഇലക്ട്രോണിക് സംവിധാനങ്ങൾ അവലംബിച്ചുള്ള യുദ്ധരീതികളാണ് ഇക്കാലത്തെ പ്രത്യേകതയെന്നും രാജ്യരക്ഷാമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രതിരോധ രംഗത്തെ ഓട്ടോമേറ്റഡ് പ്രതികരണ സംവിധാനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ രാജ്യങ്ങളായ ഐസ്ലൻഡ്, ലിച്ചൻസ്റ്റൈൻ, നോർവേ, സ്വിറ്റ്സർലൻഡ് എന്നിവയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വികസിത രാജ്യങ്ങൾ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ താൽപര്യപ്പെടുന്നുണ്ടെന്നും UAE, ഓസ്ട്രേലിയ, UK എന്നിവയുമായി ഇതിനകം തന്നെ അത്തരം കരാറുകൾ ഒപ്പുവച്ചിട്ടുണ്ടെന്നും ശ്രീ ഗോയൽ അറിയിച്ചു. ഗ്രേറ്റർ നോയിഡയിൽ UP ഇന്റർനാഷണൽ ട്രേഡ് ഷോയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $700 ബില്യൺ എത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. വരും വർഷങ്ങളിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണ രംഗം രാജ്യത്തെ പ്രധാന തൊഴിൽ മേഖലകളിൽ ഒന്നായി മാറുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ദിനംപ്രതി ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉയർന്നുവരുന്നതിലൂടെ രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖല അഭിവൃദ്ധി പ്രാപിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നിർമ്മാണ മേഖലയിൽ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള പുതിയ രീതികൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 4033 കോടി രൂപ ചെലവിൽ 2 ക്രോസ് ബോർഡർ റെയിൽ ലിങ്ക് പദ്ധതികൾ നടപ്പിലാക്കാൻ ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ ധാരണയായി. 69 കിലോമീറ്റർ ദൂരത്തിൽ അസമിലെ കോക്രജ്ഹർ നഗരത്തിൽ നിന്നും നേപ്പാളിലെ ഗലേഫു നഗരത്തിലേക്കുള്ള റെയിൽപാത 3456 കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കുന്നത്. 20 കിലോമീറ്റർ നീളമുള്ള പശ്ചിമബംഗാളിലെ ബനാർഹട്ട് മുതൽ നേപ്പാളിലെ സാംസെ വരെയുള്ള റെയിൽപാത 577 കോടി രൂപ ചെലവിൽ നിർമ്മിക്കും. ഈ റെയിൽവേ പദ്ധതികളിലെ മുഴുവൻ ചെലവും ഇന്ത്യ വഹിക്കുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. TVK പാർട്ടിയുടെ റാലിയിൽ തിക്കിലും തിരക്കിലും 41 പേർ മരിച്ച തമിഴ്നാട്ടിലെ കരൂരിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ സന്ദർശനം നടത്തി. തന്നോടും കേന്ദ്ര സഹമന്ത്രി L മുരുകനോടും സംഭവസ്ഥലം സന്ദർശിച്ച് സാഹചര്യം പരിശോധിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരുന്നതായി ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു. സംഭവം ദൌർഭാഗ്യകരമാണെന്നും പറഞ്ഞ മന്ത്രി ജില്ലാ ഭരണകൂടം കേന്ദ്ര സർക്കാരിന് വിശദാംശങ്ങൾ നൽകിയ ശേഷം മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം പ്രകാരം ലഭ്യമാക്കുമെന്നും അറിയിച്ചു. നേരത്തെ മന്ത്രിമാർ സംഭവസ്ഥലവും ആശുപത്രികളിൽ കഴിയുന്നവരെയും മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളെയും സന്ദർശിച്ചു. സുസ്ഥ നാരി സശക്ത് പരിവാർ ക്യാമ്പയിന്
കീഴിൽ രാജ്യത്തുടനീളം ഇതുവരെ 9 ലക്ഷത്തിലധികം ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിച്ചതായി കേന്ദ്രമന്ത്രി JP നഡ്ഡ. ന്യൂഡൽഹിയിൽ സ്വകാര്യ വാർത്താ ചാനൽ സംഘടിപ്പിച്ച ആരോഗ്യ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3.6 കോടിയിലധികം പേർ ഇതിനകം ആരോഗ്യ പരിശോധനകൾക്ക് വിധേയമായതായും ഒക്ടോബർ 2 ക്യാമ്പിൽ പങ്കെടുത്തവരുടെ എണ്ണം 4 കോടി കവിയുമെന്നും ശ്രീ നദ്ദ പറഞ്ഞു. ന്യൂഡൽഹിയിലെ ദീൻദയാൽ ഉപാധ്യായ മാർഗിൽ പുതുതായി നിർമ്മിച്ച ഡൽഹി BJP ഓഫീസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. കഴിഞ്ഞ ദശകങ്ങളിൽ എണ്ണമറ്റ പ്രവർത്തകരുടെ സമർപ്പണത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് ഡൽഹി BJPയുടെ ശക്തിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്രമന്ത്രിയും BJPയുടെ ദേശീയ അധ്യക്ഷനുമായ JP നഡ്ഡ പരിപാടിയിൽ സംബന്ധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഈ മാസം 22 ആരംഭിച്ച അടുത്ത തലമുറ GST പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. GST 2.0 പ്രകാരം ക്യാൻസർ, മറ്റു ഗുരുതര രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന 36 ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതി സർക്കാർ ഒഴിവാക്കി. അവശ്യ മരുന്നുകളുടെയും നിരവധി മെഡിക്കൽ ഉപകരണങ്ങളുടെയും GST 12% നിന്ന് 5% കുറച്ചു. അതോടൊപ്പം മുൻപ് 18% ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയങ്ങളും നികുതിരഹിതമാക്കി. മനുഷ്യനെ വഹിച്ചുള്ള ഇന്ത്യയുടെ ദൌത്യമായ സമുദ്രയാൻ പദ്ധതിയിലൂടെ ആഴക്കടൽ പര്യവേക്ഷണത്തിൽ രാജ്യത്തെ ആഗോളതലത്തിൽ മുന്നിലെത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. ഇന്ത്യയുടെ ശാസ്ത്രീയവും തന്ത്രപരവുമായ പ്രവർത്തനങ്ങളിലെ പരിവർത്തനാത്മക മുന്നേറ്റം അടയാളപ്പെടുത്തുന്നതായിരുന്നു കേന്ദ്രം 2021 ആരംഭിച്ച ഡീപ് ഓഷൻ മിഷൻ. സമുദ്രമന്ഥൻ മിഷൻ എന്ന പേരിൽ ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ ആഴക്കടൽ പര്യവേഷണ ദൌത്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ ഉദാഹരണമാണ് ഈ ദൌത്യമെന്നും അദ്ദേഹം പറഞ്ഞു. समुद्र मंथन की तरफ भी जा रहे हैं. हमारे समुद्र के मंथन को आगे बढ़ाते हुए हम समुद्र के भीतर के तेल के भंडार, गैस के भंडार, उसको खोजने की दिशा में एक मिशन मोड में काम करना चाहते हैं. തദ്ദേശീയ ആഴക്കടൽ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിലും രാജ്യം ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സുതാര്യമായി നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ പാസാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രമേയം അവതരിപ്പിച്ചത്. SIRലെ ചില നിബന്ധനകൾ പ്രായപൂർത്തി വോട്ടവകാശത്തെ ഹനിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് പ്രമേയം പാസാക്കിയത്. അതേസമയം പ്രമേയത്തിലുള്ള എതിർപ്പ് BJP നേതാക്കൾ മാധ്യമങ്ങളോട് രേഖപ്പെടുത്തി. ഏഷ്യാകപ്പ് ഫൈനൽ മത്സരത്തിനെ തുടർന്നുണ്ടായ വിവാദങ്ങളെ BCCI സെക്രട്ടറി ദേവജിത് സൈക്കിയ അപലപിച്ചു. സംഭവം നിർഭാഗ്യകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വർഷം നവംബറിൽ ദുബായിൽ നടക്കുന്ന ICC കോൺഫറൻസിൽ ഔദ്യോഗിക പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന ISSF ജൂനിയർ ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് സ്വർണം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ 252.7 പോയിന്റുമായി ഓജസ്വി താക്കൂറാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ഇതേ ഇനത്തിൽ ഹൃദ്യ ശ്രീ കോണ്ടൂർ വെള്ളി നേടി. ഇന്ത്യൻ താരം ക്ഷീർസാഗറിനാണ് വെങ്കലം. ഈ വർഷം തിരുവനന്തപുരം ജില്ലയിലെ ഫൈബർ ടു ദി ഹോം കണക്ഷനുകൾ 1 ലക്ഷമാക്കുമെന്ന് BSNL. പ്രതിമാസ ഇന്റർമീഡിയ പബ്ലിസിറ്റി കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കവെ തിരുവനന്തപുരം സർക്കിൾ പ്രിൻസിപ്പൽ ജനറൽ മാനേജർ PG നിർമ്മലാണ് ഇക്കാര്യം അറിയിച്ചത്. തിരുവനന്തപുരത്ത് 743 സ്ഥലങ്ങളിൽ 4G സേവനം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കാനായെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വരും വർഷങ്ങളിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണ രംഗം രാജ്യത്തെ പ്രധാന തൊഴിൽ മേഖലയായി മാറുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ക്രോസ് ബോർഡർ റെയിൽപാത പദ്ധതികൾ നടപ്പിലാക്കാൻ ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ ധാരണയായി. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സുതാര്യമായി നടത്തണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ പാസാക്കി. ഏഷ്യാകപ്പ് ഫൈനൽ മത്സരത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളിൽ ICCയിൽ പ്രതിഷേധം അറിയിക്കുമെന്ന് BCCI. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.